Good evening. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആറ്റംസിൽ റുദർഫോർഡ് ആറ്റം മോഡൽ, അതിൻ്റെ ഡ്രോബാക്ക്, അതുപോലെ തന്നെ ബോർ ആറ്റം മോഡൽ, അതിൻ്റെ 3 പോസ്റ്റ്ലേറ്റ്സ്. അപ്പം അതിനുശേഷം ബോറിൻ്റെ ആറ്റം മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് ഓഫ് ദി എൻഡ് ഓർബിറ്റ് അത് ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് വെലോസിറ്റിയുടെ എനർജിയുടെ ഡെറിവേഷൻ ആണ്. അതുപോലെ തന്നെ എനർജി ലെവൽ ഡയഗ്രാം ഉണ്ട്. ലാസ്റ്റ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യുന്ന ആ ഭാഗവും കൂടെയാണ് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. നമുക്ക് ഇവിടെ വരെയായിരുന്നു കിട്ടിയത്. റേഡിയസ് ആർ എൻ ഈക്വൽ ടു എപ്സിലോൺ 0 എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. ഓരോ ഓർബിറ്റിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് എൻ. എന്നിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടി വരും. അപ്പം അത് ഈക്വലി സ്പേസ്ഡ് അല്ല, കാരണം എൻ സ്ക്വയർ ആണ്. 1 സ്ക്വയർ അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:4:9 ഈ രീതിയിലാണുള്ളത് അല്ലേ. നമ്മൾ വരയ്ക്കുമ്പോൾ ഓർബിറ്റ്സ് എല്ലാം ഒരേ രീതിയിൽ കോൺസെൻട്രിക് ആയിട്ട് ഒരേ സ്പേസിങ്ങിലായിരിക്കും വരയ്ക്കുന്നത്. പക്ഷെ ആക്ച്വലി ഈക്വൽ സ്പേസിങ് അല്ല ഉള്ളത്. അപ്പൊ ഒന്ന് കഴിഞ്ഞൊരു 4 ഡിസ്റ്റൻസ് അകലെയാണ് നെക്സ്റ്റ് വരയ്ക്കുന്നതെങ്കിൽ പിന്നത്തേത് വീണ്ടും ഒരു 5 ഡിസ്റ്റൻസും കൂടെ കഴിഞ്ഞ് ആ രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. ഇനി റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ്, റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ n = 1 കൊടുത്താൽ മതി. n = 1 കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള സംഭവമായിരിക്കും ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ R1നെ നമ്മൾ A0 എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ദാറ്റ്സ് ഈക്വൽ ടു h²ε0 π me² എന്ന് കിട്ടും. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എച്ചിന്റെ വാല്യൂ 6.63 × 10⁻²4, ε0 8.852 × 10⁻12, 3.14, മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 × 10⁻31. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻19 അതിന്റെ സ്ക്വയർ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് റേഡിയസ് A0യുടെ വാല്യൂ 5.29 × 10⁻11 മീറ്റർ എന്ന് കിട്ടും. ഇനി അതാണ് നമുക്ക് A0. അപ്പം ഈ വാല്യൂ നമുക്ക് A0 ആയിട്ട് കൊടുക്കാം. അപ്പം റേഡിയസ് ഓഫ് ദി എൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് നമുക്ക് ഇങ്ങനെ എഴുതാം. R = A0 × n² എന്ന് എഴുതാൻ പറ്റും. A0 എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. അപ്പം A0 × n². അപ്പം ഫസ്റ്റ് ഓർബിറ്റിന്റെ ഓൾറെഡി ഈ വാല്യൂ ആണ്. സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് A0 × 2² ആണ്, അതായത് A0 × 4. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 5.29 × 10⁻11 × 4 എന്ന് ചെയ്താൽ മതി. ഇനി തേർഡ് ഓർബിറ്റിന്റെ ആണെങ്കിൽ A0 × 3² ആണ്. അപ്പം A0 × 9. അപ്പം 5.29 × 10⁻11 × 9 എന്ന് പറയുന്നതായിരിക്കും തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് വരിക. ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് ദി ഓർബിറ്റ് നോക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ mvr = nh/2π നിന്ന് നമുക്ക് v = nh/2πmr എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നു, റേഡിയസിന്റെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേഡിയസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ε0 n² h² ഡിവൈഡ് ബൈ പൈ me² എന്നാണ്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ റേഡിയസ് ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈ me² അവിടെ നിന്നിട്ട് അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ε0 nh ഡിവൈഡ് ബൈ 2πm ഇൻറ്റു ആറിന് ε0 h² ഡിവൈഡ് ബൈ പൈ me² ഇൻറ്റു n² എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഒരു n ക്യാൻസൽ ആയി പോകും, n/n² ആണോ, അപ്പം ഡിവൈഡ് ബൈ n വരുള്ളൂ. അതുപോലെ തന്നെ ε0 h² ഡിനോമിനേറ്ററിൽ നിൽക്കുകയും പൈ me² മുകളിലേക്ക് പോവുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുവാണെങ്കിൽ അപ്പൊ പൈ എല്ലാം ഇവിടെ തന്നെ ക്യാൻസൽ ആകാം, പൈ ക്യാൻസൽ ആകും, എം ക്യാൻസൽ ആകും. പിന്നെ ബാക്കി വരിക ഈ പൈ me² ഈ സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ e² ഡിവൈഡ് ബൈ 2 ബാക്കിയുണ്ട്, ε0 h² ഉണ്ട് ഇൻറ്റു n ഉണ്ട്. ബാക്കിയെല്ലാം പൈ m ക്യാൻസൽ ആവും. അതുപോലെ തന്നെ n/n² ഒരു n ക്യാൻസൽ ആവും.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്യാൻസൽ ആയി കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു എൻ എസ് എന്നാണ്. അപ്പൊ ഇക്വേഷൻ പഠിക്കുക. അപ്പം ഇവിടെ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 എച്ച് ഈ വാല്യൂസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ബി എൻ പ്രൊപ്പോർഷണൽ ടു 1 എന്ന് കിട്ടും. ഒരു മിനിറ്റ്. നിങ്ങൾ പ്രിന്റ് ഔട്ടിൽ ആ ഒരു ഇത് എഴുതണം. ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഷെയറിംഗിൽ വന്നില്ല. അതായത് വി എൻ പ്രൊപ്പോർഷണൽ ടു 1/n. വെലോസിറ്റി എന്ന് പറയുന്നത് റേഡിയസിന്റെ വലിയ എന്നിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഓർബിറ്റ് അപ്പം ഫസ്റ്റ് ഓർബിറ്റിന് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 എച്ച് എന്നുള്ളതാണ്. സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ 2 വരും. തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 3 വരും. അപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ 1/, അല്ലെങ്കിൽ 1/3, 1/2, 1/3, 1/4 ആ രീതിയിൽ വരും. ഇനി നമുക്ക് നെക്സ്റ്റ് അപ്പം വെലോസിറ്റിയുടെ ഡെറിവേഷൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ. വെലോസിറ്റിയുടെ ഇക്വേഷൻ അപ്പൊ നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ട്. എം ബി ആർ ഈക്വൽ ടു NH/2π, അതിൽ വി ഈക്വൽ ടു NH/2πmr ആണ്. ഈ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുക വി ഈക്വൽ ടു എപ്സിലോൺ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 NH എന്ന് കിട്ടും. ഇനി ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ന്യൂക്ലിയസിനായിട്ട് ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി, ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ട്, അപ്പം ദർ വിൽ ബി കൈനറ്റിക് എനർജി പ്ലസ് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനാണ്, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എനർജിയുടെ ഡെറിവേഷൻ, കൈനറ്റിക് എനർജിയുടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ½mv² ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ഇക്വേഷൻസ് ആണ്. mv²/r ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സെൻട്രിപിറ്റൽ ഫോഴ്സും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. mv², ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയതാണ്. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഹാഫ് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ ഒരു ഹാഫ് കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ ഒരു ഹാഫ് കൊടുക്കുന്നു. അപ്പൊ ½mv² ഈക്വൽ ടു 1/2 ഇൻറ്റു 4 കിട്ടും. 1/2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1/8 1/8π എപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. Kinetic energy will be equal to ½ the epsilon 0 divided by 8π epsilon 0, sorry, e square, sorry, epsilon 0 അല്ല, ഇലക്ട്രോണിന്റെ ചാർജ് e square divided by 8π epsilon 0 r എന്ന് കിട്ടും. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് when there are two charges separated by a distance r, potential energy of the charges, അത് നമ്മൾ കുറേ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ചാർജസ് എന്ന ഇക്വേഷൻ പറയുന്നത് 1/4π എപ്സിലോൺ 0 q1 q2 ഡിവൈഡ് ബൈ r അല്ലെങ്കിൽ r12 ആയിരുന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ആറ്റത്തില്, ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഹൈഡ്രജന് ആ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണും ആണുള്ളത്. അപ്പൊ നമ്മുടെ ചാർജസ് Q1 Q2 എന്താണ്, രണ്ടും ഒന്നും ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ ആണ്. രണ്ടിനും സെയിം ചാർജ് ആണ്, ഇലക്ട്രോണിക് ചാർജ് ആണ്, ഈ തന്നെയാണ് ചാർജ്. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണെന്നേ ഉള്ളൂ. അപ്പം 1/4π എപ്സിലോൺ 0 Q1 Q2 ഇ ഇൻറ്റു ഇ സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്, അതായിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. r12 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് r ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ -e² ഡിവൈഡ് ബൈ 4π എപ്സിലോൺ 0 r എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി എന്താണോ അതിന്റെ ഡബിൾ, മാഗ്നിറ്റ്യൂഡിൽ അതിന്റെ ഡബിൾ ആണ്, ഇൻറ്റു 2 ചെയ്താലാണ് നമുക്ക് 2/8 1/4 എന്ന് കിട്ടുന്നത്. അപ്പൊ ഇതേ സംഭവം നമ്മൾ ഗ്രാവിറ്റേഷണൽ സാറ്റലൈറ്റ്സിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കണ്ടപ്പോൾ ഇതേ ടൈപ്പ് ഇക്വേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൈനറ്റിക് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ, മാഗ്നിറ്റ്യൂഡിന്റെ ഡബിൾ ആണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. പിന്നെ നെഗറ്റീവ് ആണ്. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ k+u ചെയ്യാം. അപ്പോൾ e² ഡിവൈഡ് ബൈ 8π എപ്സിലോൺ 0 r മൈനസ് e² ഡിവൈഡ് ബൈ 4π എപ്സിലോൺ 0 r. അപ്പൊ ഇതിന് LCM 8 എടുക്കണം അല്ലെ. അപ്പൊ 8 എടുക്കുമ്പോൾ ഇവിടെ 2e² വരും. ഇവിടെ 8 ആക്കാൻ വേണ്ടി. അപ്പോൾ e² - 2e².
അപ്പൊ നമുക്ക് മൈനസ് ഇ സ്ക്വയറിന് കിട്ടും. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക മൈനസ് ഇ സ്ക്വയർ 8πε0 ആറിന് കിട്ടും. ഇനി അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താണ് കൈനറ്റിക് എനർജി എന്താണോ അതേ മാഗ്നിറ്റ്യൂഡ് ആണ് ടോട്ടൽ എനർജിക്കും, പക്ഷെ സൈൻ ഓപ്പോസിറ്റ് ആണ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയെക്കാളും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയെക്കാളും മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആണ് അല്ലെ. ഡബിൾ ആകുമ്പോഴാണ് 1/4 വരുന്നത്, അല്ലെങ്കിൽ 1/8 ആണ് വരുന്നത്. ഇനി ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജി രണ്ടും നെഗറ്റീവ് ആണ്. ബൗണ്ട് ഓർബിറ്റ്സിന് പൊട്ടൻഷ്യൽ എനർജി അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് വരുന്നത്. അതുപോലെ ബൗണ്ട് ഓർബിറ്റിന് ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആറ്റത്തിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും, അയണൈസേഷൻ നടന്നിട്ടുണ്ടാവും. ഇനി ഈ ഇക്വേഷൻ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, ആറിന്റെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ ഈക്വൽ ടു ε0 n²h² ഡിവൈഡ് ബൈ പൈ me² ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e² n²h² ഈ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ആറിന് ε0 n²h² പൈ me² ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിവിടെ ചെയ്യുന്നു. ഇനി ഇവിടെയും നമുക്ക് പൈ ക്യാൻസൽ ആവും. പിന്നെയുള്ളത് ε0 ക്യാൻസൽ ആവില്ല. ε0 × ε0 വരും. h² n² ക്യാൻസൽ ആവുന്നില്ല. me² മുകളിലേക്ക് എടുക്കാം. ഡിനോമിനേറ്റർ ഉള്ളതിനെ അത് മുകളിലേക്ക് പോകുമ്പോൾ me⁴ എന്ന് വരും. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ റേഡിയസിന്റെ ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈക്വൽ ടു -me⁴ 8ε0² h² n². അപ്പൊ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിന്റെ ബോർസ് റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ എമ്മിന്റെയും ഇയുടെയും എച്ച് അതുപോലെ തന്നെ ε0 8 ഈ വാല്യൂസ് ഒക്കെ കൊടുത്താലേ നമുക്ക് കിട്ടുക. ഇതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. പക്ഷെ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പം En ഈക്വൽ ടു -13.6/n², അത്രയും ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി ഇവിടെ പറയുന്നത്, ജൂൾസിലല്ല. ജൂൾസിലേക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിയിട്ടുള്ള എനർജിയാണ്. -13.6 ഡിവൈഡ് ബൈ n² eV എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി n ഈക്വൽ ടു 1 ആണ്. അപ്പം 13.6 കിട്ടും. സെക്കൻഡ് ഓർബിറ്റിന്റെ എന്ന് പറയുമ്പോൾ 13.6 ഡിവൈഡ് ബൈ 2² ബൈ 4 ആ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എനർജി ലെവൽ ഡയഗ്രാം വരച്ചിരിക്കുന്നതാണ്. -3.40 കിട്ടും. തേർഡ് ഓർബിറ്റിന്റെ എന്തായിരിക്കും? -13.6 ഡിവൈഡ് ബൈ 3² ബൈ 9. അപ്പോൾ കിട്ടുക -1.51. അപ്പൊ ഈ എനർജി ലെവൽ ഡയഗ്രാം ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റില്, സെക്കൻഡ് ഓർബിറ്റില്, തേർഡ് ഓർബിറ്റിലേക്ക് വരുമ്പോൾ എനർജിയുടെ ഡയഗ്രാം ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് ഗ്രേറ്റർ വാല്യൂ എന്ന് പറയാം, പക്ഷെ അതിലും കൂടുതലാണ് ഈ എനർജി അല്ലെ. നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ ഈ എനർജി അതിലും കൂടുതലാണ്. അപ്പോൾ n ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഇലക്ട്രോൺസിന്റെ. അപ്പൊ ഇതൊക്കെ ഹയർ ലെവൽസ് ഒക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ n ഈക്വൽ ടു 2 കുറേയും കൂടെ ഈ സ്പേസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി കുറെ ഉയർത്തി വരച്ചിരിക്കുന്നു. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം 1.5ഉം 3.4ഉം ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ 0.85 കുറച്ചും കൂടെ അടുത്ത് വന്നു. പിന്നെ ഫൈനലി 0 ജസ്റ്റ് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എനർജി 0 ആണ്. പിന്നെ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ എനർജി ലെവൽ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഈ വാല്യൂസും n ഈക്വൽ ടു 1, n ഈക്വൽ ടു 3, പിന്നെ ഈ വാല്യൂസ് 13.6 -3.40 -1.51 0.85 എനർജി ലെവൽ ഡയഗ്രാം പഠിക്കണം. ഇനി നമുക്ക് എക്സൈറ്റേഷൻ എനർജി അതുപോലെ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പം n ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് n ഈക്വൽ ടു 2, 3, 4 എന്നുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകാനുള്ള എനർജിനെയാണ് എക്സൈറ്റേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. എനർജി റിക്വയർഡ് ടു എക്സൈറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഏതെങ്കിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള എനർജിയാണ് എക്സൈറ്റേഷൻ എനർജി. അപ്പോൾ ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 1 ടു n ഈക്വൽ ടു 2 പോകാനുള്ള എനർജി എന്ന് പറയുന്നത് ഹയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3.4 ആണ്. n ഈക്വൽ ടു 2 -13.6 അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. ഈ വാല്യൂ കിട്ടുക 10.2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത്രയും കിട്ടും, 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ ഇത്രയും എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണെ ഫസ്റ്റ് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
ഇനി എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്താന്ന് നോക്കാം. അപ്പൊ അതായത് ഈ എനർജി കൊടുക്കാൻ വേണ്ടി എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യണം, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ത്രൂ വിച്ച് ആൻ ഇലക്ട്രോൺ മസ്റ്റ് ബി ആക്സിലറേറ്റഡ് ടു എക്സൈറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. It is electron in atom has to be accelerated to excite it from its down state to given excited state. അപ്പോൾ അത്രയേ ഉള്ളൂ. 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ ഞാൻ ചെറിയൊരു ഡിഷൻ നടത്തിയെന്നത് കാണുന്നില്ല. ഇതാണ് നമ്മുടെ എനർജി. അപ്പൊ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു Q ഇൻറ്റു V ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ work done to bring a charge will be equal to Q into V എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് V will be equal to the potential difference required will be equal to W by Q എന്ന് കിട്ടും. W by Q എന്ന് കിട്ടും, അല്ലെങ്കിൽ എനർജി ബൈ ചാർജ് ആണ്. അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതാണ് എനർജി. ഈ എനർജി ബൈ ചാർജ്, ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യണ്ടേ, അപ്പോൾ എനർജി ബൈ ചാർജ് ചെയ്യുമ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ ഇ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അപ്പൊ ആ വാല്യൂ ആണ് എന്താണ് 10.2 വോൾട്ട്. ആ ഇ വേണ്ട, 10.2 വോൾട്ട് എന്നായിരിക്കും. എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത് എക്സൈറ്റ് ചെയ്യാൻ വേണ്ട എനർജി. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലേറ്റ് ചെയ്താലാണോ ഹയർ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നത്, ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നത്, അത് എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ. ഇനി എക്സൈറ്റേഷൻ എനർജിയുടെ തന്നെ മാക്സിമം വാല്യൂ ആണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് ആ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എനർജി ഈക്വൽ ടു സീറോയിലേക്ക് കൊണ്ടുപോവുക. Ionization energy is the energy required to take an electron completely out of the atom. അപ്പൊ നമുക്ക് എനർജി ഈക്വൽ ടു സീറോയിലേക്ക് അല്ലെങ്കിൽ n ഈക്വൽ ടു ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അയണൈസേഷൻ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 0 മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പം നമുക്ക് ആ മൈനസ് മാറി മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി. അപ്പൊ ഇവിടെ ഇത് മൈനസ് 13.6 ആണ്. പ്ലസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്താൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് അയണൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ആണ് ഉള്ളത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് ഈസ് ഡി ബ്രോഗ്ലിസ് എക്സ്പ്ലനേഷൻ ഫോർ ദി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. അതായത് നമുക്ക് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് അറിയാം. ദി ഇലക്ട്രോൺ ക്യാൻ ഓൺലി റിവോൾവ് in those orbits in which angular momentum is an integral multiple of h by 2 pi. Angular momentum എന്ന് പറയുന്നത് h by 2 pi യുടെ angular momentum h by 2 pi യുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവുന്ന ആ ഓർബിറ്റ്സിലൂടെ മാത്രമേ റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആംഗുലർ മൊമെന്റം L ഈക്വൽ ടു NH by 2 pi എന്ന് കിട്ടും. അപ്പൊ ഇത് ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്തത്. അപ്പൊ ഡി ബ്രോഗ്ലി ആണ് ഡ്യുവൽ നേച്ചറില് മാറ്ററിന് റേഡിയേഷൻ അല്ലെങ്കിൽ മാറ്ററിനും ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട്. മാറ്ററിനും മാറ്റർ വേവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ഡി ബ്രോഗ്ലി ആണ് പറഞ്ഞത്. അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വേവ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ച സ്റ്റാൻഡിങ് വേവ്സ് ആണ് എടുത്തത്. അപ്പൊ സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രിങ്ങിന്റെ മുകളിൽ സ്റ്റാൻഡിങ് വേവ്സ്. അപ്പം അതിന്റെ രണ്ട് എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എൻഡിലും ഓരോ നോഡ് വരണം. അപ്പൊ ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് വരണം ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതുപോലെ ഇലക്ട്രോൺ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഒരു സർക്കുലർ ഓർബിറ്റ് എടുക്കുവാണെങ്കിൽ വേവ് ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് വരണം. അപ്പം ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ n ഇൻറ്റു ലാംഡ എന്ന് പറയുന്ന ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. n ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു 2πr ആയിരിക്കും. ആ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. അപ്പം എന്താണ് ഡി ബ്രോഗ്ലി ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോൺ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതായത് ഒരു ഓർബിറ്റിൽ അത് സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റാൻഡിങ് വേവ്സിന്റെ വേവ് ലെങ്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ ടോട്ടൽ പെരിമീറ്റർ വരിക. ആ ഒരു കൺസെപ്റ്റ് ആണ് എടുത്തത്. നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ഇതാ അതിന്റെ പിക്ചർ. ന്യൂക്ലിയസ് ഇത് ഒരു ഓർബിറ്റ് എടുത്തിരിക്കുന്നു. ഒരു വേവ് ലെങ്ത്
ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഒരു വേവ് ലെങ്ത് ആയി. ഇങ്ങനെ 2 ബബിൾ പോലെയൊക്കെ കഴിഞ്ഞ വർഷം വരച്ച് ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു വേവ് ലെങ്ത്. അപ്പൊ നെക്സ്റ്റ് വേവ് ലെങ്ത് ഇവിടെ കംപ്ലീറ്റ് ആയി. 2, 3, 4 വരച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഇങ്ങനെ പകുതിയൊന്നും 1.5 അല്ലെ 4.5 5 വരച്ചു വെക്കരുത്. കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ 4, 5, 6 ഏതാണോ അത് ഫുൾ ആയിട്ട് വരയ്ക്കണം. അപ്പൊ എന്താണ് സ്റ്റാൻഡിങ് വേവ്സ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ he said that circumference must be an integral multiple of lambda n equal to 1 to 3. അപ്പൊ 2 pi r n equal to n lambda ആയിരിക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുക 2 pi r n equal to പിന്നെ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഈക്വൽ ടു h by p, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h by p. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാംഡയ്ക്ക് n ഇൻറ്റു ലാംഡയ്ക്ക് h by p കൊടുക്കുന്നു. h by p കൊടുക്കുന്നു. p എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. അത് m ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പം എന്ത് ഓർബിറ്റ് ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി നമുക്ക് v എന്ന് എടുക്കാം. 2 pi r n equal to nh by mv എന്ന് കൊടുക്കുന്നു. ഇനി ചെയ്യുന്നത്, അപ്പൊ ഇവിടെ നമ്മൾ ഈ ആറിനെയും കൂടെ ഈ എം വി എന്നിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയും 2 പൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. 2 പൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ NH by 2 പൈ ആവും. ഈ എം വി എന്നിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ MVN R എന്ന് കിട്ടും. അപ്പൊ MVR അല്ലെങ്കിൽ MVN R എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റം R ക്രോസ് P ആണ്. വെൻ ആംഗിൾ ഈസ് 90 ഡിഗ്രി, R ഉം P തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ R ക്രോസ് P, that is R into MV, R into MV, അതാണ് MVR എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ആംഗുലാർ മൊമെന്റം എന്ന് കിട്ടും. സോ ആംഗുലാർ മൊമെന്റം ഈസ് അപ്പൊ ഇത് നമുക്ക് MVR എന്ന് മാറ്റി നമുക്ക് L എന്ന് കൊടുക്കാം അല്ലെ. L equal to NH by 2 പൈ. ആൻഡ് ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ്, അത് തന്നെയായിരുന്നു എന്താണ് ബോസിന്റെ സെക്കൻഡ് പോസ്റ്റേറ്റ്. ദിസ് ഇസ് ദ ക്വാണ്ടം കണ്ടീഷൻ പ്രൊപ്പോസ്ഡ് ബൈ ബോർ ഫോർ ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 പൈ ആർ എൻ ഓർബിറ്റിന്റെ പെരിമീറ്റർ RN എന്നുള്ള റേഡിയസ് ഉള്ള ഓർബിറ്റ് ആണ് അതിന്റെ പെരിമീറ്റർ 2 പൈ ആർ ആണ്. അത് n ലാംഡ എന്ന് എടുക്കുന്നു. ഇനി ലാംഡയ്ക്ക് h by p, h by p ക്ക് mv എന്ന് കൂടെ കൊടുക്കുന്നു, mv എന്ന് കൊടുക്കുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. MVR equal to NH by 2 പൈ. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോസ്റ്റേറ്റ്. ഇനി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബോസ് ആറ്റം മോഡലിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ബോർ ആറ്റം മോഡല് പറ്റുക സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പരിചയമുള്ള സിംഗിൾ ഇലക്ട്രോൺ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഹൈഡ്രജൻ തന്നെ ആദ്യത്തെ ഐസോട്ടോപ്പ് പ്രോട്ടിയം H11. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹീലിയത്തിന് 2 ഇലക്ട്രോൺ. അയണൈസ്ഡ് ഹീലിയം ആണെങ്കിൽ He2+ ആണെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ ആണ്. അപ്പം അങ്ങനെ ഉള്ള സിമ്പിൾ ആറ്റംസിന് മാത്രമേ ബോസ് ആറ്റം മോഡല് പറ്റുള്ളൂ. പിന്നെയുള്ളത് സ്പെക്ട്രൽ ലൈൻസ്. അതിനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് ലൈമൻ ബാൽമർ ഒക്കെ സീരീസിൽ, ലൈമൻ സീരീസിൽ തന്നെ കുറെ ലൈൻസ് ഉണ്ടാവും. ലൈമൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത് അല്ലെ. അപ്പം അതിൽ ആ ഓരോ ലൈൻസിന്റെയും ലൈറ്റ് ആണ്, അതായത് അതിന്റെ ഇന്റൻസിറ്റി. ചിലത് നല്ല ബ്രൈറ്റ് ലൈൻസ് ആണ് കിട്ടുന്നത്, ചിലത് ഡൾ ലൈൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ ആ റിലേറ്റീവ് ഇന്റൻസിറ്റി എന്തുകൊണ്ട് വരുന്നു, അപ്പം അതായത് ഒരു ഓർബിറ്റിന് വേറെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ തേർഡ് പോസ്റ്റേറ്റ് പറഞ്ഞു. പക്ഷെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്ന എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ എന്താണ് ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. അതായത് ഒരു ലൈമൻ സീരീസിൽ ഒരു ലൈൻ എടുത്താൽ തന്നെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പലതായിട്ട് മാറുന്നത് കാണാം. പല ലൈനായിട്ട്, അതിനെയാണ് ഫൈൻ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ലൈമൻ സീരീസിലെ ഒറ്റ ലൈൻ, ഒരു ജമ്പിങ്, അതായത് n equal to 3 നിന്ന് n equal to 1 വരുന്ന ആ ഒരു ലൈൻ തന്നെ, ഒറ്റ ലൈൻ അല്ല, അത് സ്പ്ലിറ്റ് ചെയ്ത് പല ലൈൻസ് ആയിട്ട് വരും. അപ്പൊ അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു ബോർ ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ്. ഇനി നമുക്ക് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിലേക്ക് പോകാം. ആറ്റംസ്, ന്യൂക്ലിയർ. ആറ്റം എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നു. ന്യൂക്ലിയർ വേണമെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. അപ്പൊ അതിനു മുന്നേ ഉള്ള ആറ്റം മോഡലിലൊക്കെ പോസിറ്റീവ് ചാർജസ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ വളരെ ചെറിയൊരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്, അല്ലെങ്കിൽ റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് ആണ്
റുദർഫോർഡിന്റെ 2 ജൂനിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചെയ്ത എക്സ്പെരിമെന്റ് ആയിരുന്നു ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ അതില് ആണ് ഈ വളരെ ചെറിയൊരു സൈസിലേക്ക് 86. ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവോ? ഫെബിൻ ഞാൻ നേരത്തെ വിളിച്ചിട്ടും കേട്ടില്ല. ഫെബിൻ എവിടെയുണ്ടോ? ഫെബിൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. ഓക്കെ. അബിൻ തോമസ്, അബിൻ ഓണാക്കി വെച്ചിട്ട് പോയോ? ഓക്കെ, ഈ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഞാൻ ലിസ്റ്റ് അയച്ചു തരാവേ. പാർട്ടിസിപ്പൻസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എടുത്തോളാം. അപ്പം ന്യൂക്ലിയയില് ഒരു ആറ്റത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. 10⁻⁻10 ആണ് ആറ്റത്തിന്റെ സൈസ്. 10⁻15 ഓർഡറിലാണ് ന്യൂക്ലിയസിന്റെ സൈസ്. അപ്പൊ അതിന്റെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മൊത്തമായിട്ട് നമ്മൾ ഒരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിലൊരു ബോള് അത്രയേ ഉള്ളൂ സൈസ്. ഇത് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ ന്യൂക്ലിയൈ എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊന്നുമില്ല. പിന്നെ റയോപ്റ്റിക്സിൽ സംഭവിച്ചതുപോലെ ഇതിലൊരു എനിക്ക് തോന്നുന്നത് 13.4 ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കുറെ സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്. റയോപ്റ്റിക്സിലാണെങ്കിൽ 9.5 ആ പോയിന്റ് പറഞ്ഞു അവര് ഫോക്കസ് ഏരിയയില്. പക്ഷെ അതിന് കുറെ സബ് പോയിന്റ്സ് ഉണ്ട്. ലെൻസും മിറേഴ്സ് അങ്ങനെയാണ് കുറെ ഡെറിവേഷൻസ് ഒക്കെ അവിടെ വന്നത്. റേഡിയോ ആക്ടിവിറ്റി, ഇപ്പൊ ന്യൂക്ലിയയില് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. അപ്പം ഫിഷന്റെ ന്യൂക്ലിയർ റിയാക്ടറും. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി തൊട്ടുള്ള ഭാഗങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിൽ ശരിക്കും എക്സാമിന് വന്നുകൊണ്ടിരുന്ന ടോപ്പിക് തന്നെയാണ്. ഈ റേഡിയോ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിരുന്നു. അത് തന്നെയാണ് ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി ആദ്യം കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അത് ആക്സിഡന്റൽ ആയിട്ടാണ് റേഡിയേഷൻസ് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിന് ബ്ലാക്ക് കളർ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പൊ എന്താണ് റേഡിയേഷൻസിൽ എന്തോ ബ്ലാക്ക് കളർ ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ആ റിസർച്ചിൽ നിന്നാണ് ഇത് റേഡിയോ ആക്റ്റീവ് റേസ് ഉണ്ടാവുന്നു എന്ന് മനസ്സിലായത്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ നമ്മൾ പീരിയോഡിക് ടേബിളിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആറ്റംസ് അല്ലെ എലമെന്റ്സിന് ശേഷമുള്ള ഒരു ട്രാൻസ്യൂറാനിക് എലമെന്റ്സ് അതൊക്കെ എന്താണ് അൺസ്റ്റേബിൾ ആണ്. അതായത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താലും കുറച്ച് ടൈം അതിന്റെ ലൈഫ് ടൈം ഉണ്ടാവുള്ളൂ. അത് ഡീകേ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ ഡീകേ ചെയ്യുന്ന സമയത്ത് ഡീകേ ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് മാറും. ഈ ഡീകേ ചെയ്യുന്ന സമയത്ത് ചില റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഫ്രം അൺസ്റ്റേബിൾ ന്യൂക്ലിയസ്. അപ്പൊ ഈ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് ഒരു ആറ്റോമിക് ഫിനോമിനൻ അല്ല, ന്യൂക്ലിയർ ഫിനോമിനൻ ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നാണ് റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നത്. റേഡിയോ ആക്ടിവിറ്റി ഈസ് എ ന്യൂക്ലിയർ ഫിനോമിനൻ ഇൻ വിച്ച് ആൻ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് അണ്ടർഗോസ് എ ഡീകേ. ഡീകേ എന്ന് പറയുന്നത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ഫ്രം ആൻ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കുറെ പ്രോട്ടോൺസും കുറെ ന്യൂട്രോൺസും ഉണ്ട്. അപ്പം വളരെ ചെറിയ സൈസിലേക്ക് ഈ പ്രോട്ടോണും മാസ് നമ്പർ കൂടുന്നതനുസരിച്ച്, അപ്പൊ നമ്മൾ യുറേനിയം 235 ആണല്ലേ, അതിൽ 235 പ്രോട്ടോൺസും അത്രയും തന്നെ 235 അതില് അത്രയും അതിന്റെ ന്യൂക്ലിയർ എണ്ണമാണ് 235 എന്ന് പറയുന്നത്. അപ്പം കുറെ പ്രോട്ടോൺസും കുറെ ന്യൂട്രോൺസും ഉണ്ട്. അപ്പം ഈ ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും എണ്ണം കൂടുമ്പോൾ ഈ ചെറിയ ന്യൂക്ലിയസിനുള്ളിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ എലമെന്റ് അല്ലെ ആ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആവുന്നു. അത് ഡീകേ ചെയ്ത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ഒരു ബൈൻഡിങ് എനർജി കർവ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ വിക്ടേഴ്സ് ക്ലാസ് നിങ്ങൾ കാണുന്നതല്ലായിരിക്കും. സ്റ്റേബിൾ ആയിട്ട് വരുന്നത് ഒരു 30 ആറ്റോമിക് നമ്പർ 30 തൊട്ട് ഒരു 70 വരെ, 130 തൊട്ട് 170 വരെയും വരുന്ന എലമെന്റ്സ് ഒക്കെയാണ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ അതിന്റെ ഹൈ വരുന്നതെല്ലാം അൺസ്റ്റേബിൾ ആണ്. അപ്പം ഇനി ഈ റേഡിയോ ആക്ടിവിറ്റി, അപ്പൊ ഇങ്ങനെ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ് ഉള്ളത്. ഒന്ന് ആൽഫ റേസ്, അതിനെ ആൽഫ ഡി കെ എന്ന് പറയും ആ പ്രോസസ്സിനെ. പിന്നെ ബീറ്റ റേസ്, അതിന് ബീറ്റ ഡി കെ എന്ന് പറയും.
ഇനി ഗാമ റേസ്, അതിന് ഗാമ ഡി കെ എന്ന് പറയും. ആൽഫ ഡി കെ എന്ന് പറയുന്നതിൽ ഇൻ വിച്ച് ഹീലിയം ന്യൂക്ലിയസ് ഈസ് എമിറ്റഡ്. ഹീലിയം മൊത്തമല്ല, ഹീലിയത്തിന്റെ ന്യൂക്ലിയസ് അല്ലെ, He24 അല്ലെങ്കിൽ He2+ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്ത് പുറത്ത് റേഡിയേഷൻസ് പോലെ പുറത്തേക്ക് വരും. അങ്ങനെയുള്ള അതിനെയാണ് ആൽഫ ഡി കെ എന്ന് വിളിക്കുന്നത്. ഇനി ബീറ്റ ഡി കെയില് ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മാത്രമല്ല, ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ, ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ പോസിട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ അതേ മാസും ചാർജ് പ്ലസുമായിട്ട് വരുന്ന E+1 എന്ന് റെപ്രസെന്റ് ചെയ്യും അതിനെ. അപ്പൊ അങ്ങനെയുള്ള പോസിട്രോൺസും ആണ് ബീറ്റ ഡി കെയിൽ വരുന്നത്. ഇനി ഗാമ ഡി കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാമ റേസ് പറയുന്നതിന് തന്നെ ഹൈ എനർജി ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് 3 ടൈപ്പ് ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ റേസ് പോസിറ്റീവ് ആണ്, ഹീലിയം ന്യൂക്ലിയസ് ആണ്. ബീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് റേസും നെഗറ്റീവ് റേസും ഉണ്ട്. ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവും, പോസിട്രോൺ ആണെങ്കിൽ പോസിറ്റീവും. ഇനി ഗാമ ഡി കെ, ഗാമ റേസ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആണ്, അത് ന്യൂട്രൽ ആണ്, ഫോട്ടോൺസിന് ചാർജ് ഇല്ല അല്ലെ, ന്യൂട്രൽ ആണ്. ഇനി നമുക്ക് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇതും ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് വരുന്നത്. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ന്യൂക്ലിയസ് ഇപ്പം റേഡിയം അല്ലെ പൊളോണിയം അതുപോലെ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന അല്ലെ ബിസ്മത്ത് പോലെയുള്ള ഒരു ന്യൂക്ലിയസിന്റെ ഒരു സാമ്പിൾ എടുക്കുന്നുണ്ട്. കുറെ എലമെന്റ്സ്, ആറ്റംസ് ഒരുമിച്ച് എടുക്കുന്നു. അതിൽ നിന്ന് കുറെ ആറ്റം ഡീകേ ചെയ്ത്, അൺസ്റ്റേബിൾ ആയ കുറെ ന്യൂക്ലിയസ് ഡീകേ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് പോകുന്നു. ആ സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡീകേ ചെയ്യുന്ന അതിന്റെ ഡീകേ റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയസ് പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ 1000 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ 500 എണ്ണം ഒരു 10 മിനിറ്റ് കൊണ്ട് ഡീകേ ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ 500 എണ്ണമാണ് ബാക്കിയുള്ളത്. അടുത്ത 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വിചാരിക്കും 500 പോകുന്ന ഇല്ല, 500ന്റെ പകുതി ആയിരിക്കും വീണ്ടും പോകുന്നത്, 250 എണ്ണം ആയിട്ടുണ്ടാവും. അപ്പൊ എത്ര ആറ്റംസ് ഒരു ടൈമിൽ പ്രസന്റ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും ഡീകേ റേറ്റ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ അണ്ടർഗോയിങ് ദി ഡീകേ പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ. എത്ര സാമ്പിൾ ആണ് നമ്മുടെ അടുത്തുള്ളത്, അപ്പൊ അതിന് പ്രൊപ്പോർഷണൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീകേയിങ് പെർ യൂണിറ്റ് ടൈം. അപ്പൊ അതിനെ നമുക്ക് ഈ ടോട്ടൽ നമ്പർ, n അൺഡീക്കേഡ് ന്യൂക്ലിയർ, ഡീകേ ചെയ്യാത്ത തുടക്കത്തിൽ n അൺഡീക്കേഡ് ന്യൂക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ചെറിയൊരു ഭാഗം dn എന്ന് പറയുന്നത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻ ടൈം dt എന്ന് പറയുന്ന സമയത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡീകേ അല്ലെങ്കിൽ ഡീകേ പെർ യൂണിറ്റ് ടൈം dn/dt പ്രൊപ്പോർഷണൽ ടു n ആയിരിക്കും. ഇതാണ് റേഡിയോ ആക്റ്റീവ് ലോയിൽ പറയുന്നത്. Rate of decay is proportional to, and the rate of disintegration per second is proportional to number of nuclei present at that time. ഇത് മൈനസ് എന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീകേ നടക്കുമ്പോൾ ഈ നമ്പർ കുറഞ്ഞാണ് വരുന്നത്. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിക്രീസസ് വിത്ത് ടൈം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ സാധാരണ പോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറി ഒരു കോൺസ്റ്റന്റ് വരും, ഈക്വൽ ടു -λ എന്ന് എഴുതാം. ലാംഡ ഈസ് കോൾഡ് the radioactive decay എന്നല്ല, lambda is called the decay constant. അപ്പൊ ഇത് കട്ട് ചെയ്യാനുള്ളതാണ്. റേഡിയോആക്റ്റീവ് ഡീകേ എന്നല്ല, ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഡീകേ കോൺസ്റ്റന്റ്. ഇനി ഇതിപ്പോ ഒരു ഡെറിവേറ്റീവിന്റെ ഫോമിലുള്ള ഇക്വേഷൻ ആണ് അല്ലെ, dn/dt dy/dx എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഇതിൽ നിന്ന് നമ്മൾ n എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം dn/dt ഈക്വൽ ടു -λn. ലാംഡ ഇസ് റേഡിയോആക്റ്റീവ്, ബാക്കി എഴുതിയിട്ടുണ്ട്. റേഡിയോആക്റ്റീവ് ഡീകേ കോൺസ്റ്റന്റ് ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഡീകേ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ dn/dt ഈക്വൽ ടു -λ എന്ന് പറയുന്ന അതിൽ നിന്ന് നമ്മൾ n-ന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. അപ്പം ഈ റൈറ്റ് സൈഡിലെ n-നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം dn/n. ഇനി dt-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, λ/dt. ഇനി രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ഇവിടെ n ആണ് വേരിയബിൾ. അപ്പം വിത്ത് റെസ്പെക്ട് ടു n ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ടൈം ആണ് വേരിയബിൾ. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷനൊക്കെ കുറച്ച് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ലിമിറ്റ് കൊടുക്കുന്നു. ഇനിഷ്യലി തുടക്കത്തില് n0യും
ഇപ്പോൾ എന്നും ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ n0 to n ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഈക്വൽ n0 to n dn/dt. അതുപോലെ തന്നെ ടൈം തുടക്കത്തിലെ ടൈം t0 എന്ന് എടുക്കുന്നു, പ്രസന്റ് ടൈം t എന്ന് എടുക്കുന്നു, t0 to t dt ചെയ്യുന്നു. ഇനി ഇവിടെ ഇന്റഗ്രേഷനിൽ dn/n, അതായത് dx/x, 1/x dxന്റെ ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയാം. ഇന്റഗ്രൽ 1/x dx is equal to log x ആണ്. അപ്പൊ അതാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dx ആണ്. dxന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇത് 1 into dx എന്നുള്ള രീതിയിലാണ്. ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ് അല്ലെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ ഇവിടെ t കിട്ടും. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാനാണ് ഉള്ളത്. അപ്പൊ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. അതായത് ലോഗ് n, ഒരു സ്റ്റെപ്പും കൂടി എഴുതാനുണ്ടായിരുന്നു. ഇന്റഗ്രൽ n0 to n dn/n ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് log n കിട്ടും വിത്ത് ലിമിറ്റ്സ് n0 ആൻഡ് n. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യം അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്, അപ്പം log n കിട്ടും. പിന്നെ മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ log n0. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് log n n0 എന്നും, അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log n മൈനസ് ലോവർ ലിമിറ്റ് log n0 എന്ന് കിട്ടും. log n മൈനസ് log n0. അതുപോലെ തന്നെ മൈനസ് ലാംഡ ഇൻറ്റു ഡി ടി ആയിരുന്നു, അപ്പൊ ലാംഡ ടി എന്ന് കിട്ടും. ആ ലാംഡ ടിക്കും അതുപോലെ തന്നെ ലിമിറ്റ് കൊടുക്കുന്നു, മൈനസ് ലാംഡ ഇൻറ്റു ടിയുടെ ലിമിറ്റ്, ടിക്ക് ലോവർ ലിമിറ്റ് t0, അപ്പർ ലിമിറ്റ് ടി. അപ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ t0. ഇത്രയേ ഉള്ളൂ, ആണ് ലിമിറ്റ് കൊടുക്കുന്നത്. ഇതാണ് എഴുതിയിരിക്കുന്നത്. log n minus log n0 equal to minus lambda t minus t0. Here n0 is the number of radioactive nuclei in the sample at some arbitrary time t0 and n is the number of radioactive nuclei at subsequent time t. അപ്പം തുടക്കത്തിൽ ഒരു ടൈമിൽ t0 എന്ന ടൈമിൽ n0യും t എന്ന സമയത്തിൽ n ആണെന്ന് വിചാരിക്കാം. ഇനി ഈ log n മൈനസ് ലോഗ് n0, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ ലോഗരിതം കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ആണ്. അതുകൊണ്ട് log n മൈനസ് ലോഗ് n0 എന്ന ലോഗ് ഒരുമിച്ചിട്ടിട്ട് n മൈനസ് n0 എന്ന് എഴുതാം. ഇനി ഇനീഷ്യൽ ടൈം, തുടക്കത്തിലെ ടൈം 0 എടുക്കുകയാണെന്ന് വിചാരിക്കാം. t0 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് t മൈനസ് t0യിൽ അത് 0 ആവും. അപ്പൊ മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സ്ഥലത്തും എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. ഇ റേസ് ടു ലോഗ് എക്സ്, ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ലോഗും ഇന്റഗ്രൽ ഡിഫറൻസിയേഷൻ എക്സ്പോണൻഷ്യൽ ലോഗും ജസ്റ്റ് റിവേഴ്സ് ഫങ്ഷൻസ് ആണ്. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ തന്നെ ലോഗ് നമ്മൾ പിന്നീട് കാണും, ലോഗ് ഇ റേസ് ടു എക്സ്, ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നതും എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇ റേസ് ടു ലോഗ് എൻ ബൈ n0,
ഇവിടെ നമ്മൾ ഇ റേസ്റ്റ് കൊടുക്കുന്നു, ഈ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. ഇ റേസ്റ്റ് ലോഗ് എൻ ബൈ എൻ സീറോ ഈക്വൽ ടു ഇ റേസ്റ്റ് മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എൻ ബൈ ഇ റേസ്റ്റ് ലോഗ് എക്സ് ആയതുപോലെ തന്നെ ആ ഇയും ലോഗും എല്ലാം പോയി എൻ ബൈ എൻ സീറോ എന്ന് മാത്രം കിട്ടും. എൻ ബൈ എൻ സീറോ ഈക്വൽ ടു ഇ റേസ്റ്റ് മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. അപ്പൊ അതായത് നമ്മള് അപ്പൊ നമുക്ക് കിട്ടുക ഇ റേസ്റ്റ് ലോഗ് എൻ ബൈ എൻ സീറോ എന്ന് പറയുന്നത് എൻ ബൈ എൻ സീറോ എന്ന് കിട്ടും. പിന്നെ ഇ റേസ്റ്റ് മൈനസ് ലാംഡ ടി കിട്ടും. ഇതിൽ നിന്ന് എൻ ഈക്വൽ ടു എന്തായിരിക്കും? എൻ സീറോ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ലാംഡ ടി ആണ്. അത്രയേ ഉള്ളൂ. ഇതാണ് ഡെറിവേഷൻ. എൻ ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു എന്ന് പറയുന്നത് ഒരു ടൈമിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് ടൈമിലെ, എൻ സീറോ എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള നമ്പർ ഓഫ് ഡിക്കേഡ് ന്യൂക്ലിയസ്, ഡിക്കേ ചെയ്യാത്ത ന്യൂക്ലിയസ്, എന്ന് ബാക്കി വന്ന ഇപ്പോൾ ഉള്ള ഡിക്കേഡ് ന്യൂക്ലിയസ്. ഇനി ലാംഡ ഡികെ കോൺസ്റ്റന്റ് ഡിസിന്റിഗ്രേഷൻ കോൺസ്റ്റന്റ് ടി എന്ന് പറയുന്നത് പ്രസന്റ് ടൈം. അപ്പൊ എൻ ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു ഇ റേസ്റ്റ് ടു മൈനസ് ലാംഡ ടി. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്നാണ്. അപ്പൊ അതിൽ ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ലാംഡ എൻ. എന്നിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ നിങ്ങൾ ഡെറിവേഷൻ മാറരുത്. എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്? എൻ വരുന്ന ടൈം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. എന്നിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ഇനി ഡി ടിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഡി എൻ ബൈ എന്നും ലാംഡ ടിയും. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ വിത്ത് ലിമിറ്റ് ആണ്. അപ്പോൾ നമ്പർ എന്താണ്? എൻ സീറോ ടു എൻ ആയി മാറുന്നു ഇൻ ടൈം ടി സീറോ ടു ടി. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് 1/x dx എന്നുള്ള രീതിയിലാണ്. അപ്പൊ log x കിട്ടും. ഇത് ഇന്റഗ്രൽ dx ആണ്, അത് x കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. log n മൈനസ് log n സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി മൈനസ് ടി സീറോ. ഇനി ഈ ഭാഗം ലെഫ്റ്റ് സൈഡ് log n ബൈ എൻ സീറോയും റൈറ്റ് സൈഡിൽ ടി ഈക്വൽ ടു സീറോ ടി സീറോ ഈക്വൽ ടു സീറോ കൊടുത്താൽ ലാംഡ ടിയും കിട്ടും. ഇനി ഇതിന്റെ എക്സ്പോണൻഷ്യൽ എടുക്കുക. ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ നിങ്ങൾ നോട്ടിൽ ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ എന്നുള്ള ഒരു സെന്റൻസും കൂടെ എഴുതണം. അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി അപ്പൊ ഇതൊക്കെ ഇക്വേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇതാണ് ഡി കെ റേറ്റ്. നമ്പർ ഓഫ് ഡിസിന്റഗ്രേഷൻ പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഡി കെ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി എടുത്തു പറയുന്നുള്ളൂ. ഡി കെ റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേയിങ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഡീകേ ചെയ്തു പോകുന്ന ന്യൂക്ലിയയുടെ എണ്ണം. ന്യൂക്ലിയസിന്റെ പ്ലൂറലാണ് ന്യൂക്ലിയയുടെ എണ്ണം. അതാണ് നമ്മൾ ഡി കെ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡി എൻ ബൈ ഡി ടി ആണ് ഡി കെ റേറ്റ്. ആ മൈനസ് സൈനും കൂടെ കൊടുക്കുന്നു. ടൈം അനുസരിച്ച് കുറഞ്ഞു വരുന്നതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുന്നു. ആർ ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി. അപ്പൊ ഇതൊന്നും ഈ രണ്ട് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ആർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. കാരണം ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ലാംഡ എന്നുണ്ട് അല്ലെ. ഈ ഒരു ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. നമുക്ക് ഇത് ആറാണ്. ആർ ഈക്വൽ ടു ആണ് മൈനസ് ഡി എൻ ബൈ ഡി ടി. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ്, ഈ രണ്ട് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് എഴുതാം ആർ ഈക്വൽ ടു ലാംഡ എൻ. ഇതും ക്യാൻസൽ ചെയ്യാം. അല്ലെ, ഈ സംഭവം ഇത് ക്യാൻസൽ ചെയ്യാം. ഇനി ഡിസിന്റഗ്രേഷൻ പെർ സെക്കൻഡ്, നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേയിങ് പെർ സെക്കൻഡ്, നമ്മൾ അതിനൊരു യൂണിറ്റ് ഇത് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ബെക്കറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ ബെക്കറൽ എന്ന് പറയുന്നതാണ് യൂണിറ്റ്. ബി ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ ബിയും സ്മോൾ ക്യൂവും. 1 ബെക്കറൽ ഈക്വൽ ടു 1 ഡി കെ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ഡി കെ നടക്കുകയാണെങ്കിൽ അതാണ് എസ് ഐ യൂണിറ്റ് 1 ബി ക്യൂ അല്ലെങ്കിൽ 1 ബെക്കറൽ. പക്ഷെ ഇത് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. ഡിസിന്റഗ്രേഷൻ ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. മില്യൺസ് ആണ് ഓരോ സെക്കൻഡിലും ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഓൾഡർ യൂണിറ്റ്, പണ്ടുണ്ടായിരുന്ന യൂണിറ്റ് മാഡം ക്യൂറിയുടെ പേരിലുള്ളതാണ്. 1 ക്യൂറി ഈക്വൽ ടു 3.7 into 10⁻10 ബെക്കുറൽ അല്ലെങ്കിൽ ഡികേസ് പെർ സെക്കൻഡ്. അപ്പൊ അത്രയും ഫാസ്റ്റ് ഡിസിന്റഗ്രേഷൻ നടക്കുന്നു. വീണ്ടും റൂദർഫോർഡിന്റെ പേരിൽ ഒരു യൂണിറ്റും കൂടി ഉണ്ട്. 10⁻6 ഡി കെ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 10⁻6 ബെക്കുറൽ ആണ് 1 റൂദർഫോർഡ്. 1 ആർ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും.
1 RD ഈക്വൽ ടു 10⁻6 ബെക്കറൽ എന്ന് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഹാഫ് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ടി ഹാഫ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമുക്ക് കുറെ ന്യൂക്ലിയൈ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറെ ആറ്റംസ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവുക. അതിന്റെ പകുതി ആകാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. It is a time in which half of the radioactive nuclei disintegrate. അല്ലെങ്കിൽ it is a time in which the number of undecayed nuclei falls into half of its original number. ഡീക്കേ ചെയ്യാത്ത ന്യൂക്ലിയസിന്റെ എണ്ണം പകുതിയായി മാറുന്ന ആ ടൈം. It is a time in which number of undecayed nuclei falls into half of its original number. Or it is a time taken by half of the radioactive nuclei to disintegrate. അപ്പൊ അതിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഇക്വേഷൻ ഇങ്ങനെയാണ്. ടി ഹാഫ് ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡ് ബൈ ലാംഡ എന്നാണ്. ലോഗ് 2 നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ അതിന്റെ വാല്യൂ 0.693 ബൈ ലാംഡയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡെറിവേഷൻ. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് n equal to n0 into e raised to lambda t. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് എന്താണ് തുടക്കത്തിലെ ടൈം 0 എന്ന് വിചാരിക്കുക. പ്രസന്റ് ടൈം എന്താണ് ടി ഹാഫിലുള്ളതാണ്. അതായത് പ്രസന്റ്ലി എന്ന് പറയുന്നത് പകുതിയായ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ n ഈക്വൽ ടു n0/2 കൊടുത്തു. അപ്പൊ ആ ടൈം എന്താണ്, ആ ടൈമിനാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ടി ഹാഫ് എന്ന് കൊടുത്തു. അപ്പൊ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n0/2 ഈക്വൽ ടു n0 e raised to minus lambda t half എന്ന് കൊടുത്തു. ഇനി ഇവിടുന്ന് n ക്യാൻസൽ ആവും. അപ്പൊ 1/2 ഈക്വൽ ടു e raised to minus lambda t half എന്ന് കിട്ടും. n ക്യാൻസൽ ആയ 1/2 ഈക്വൽ ടു ആണ്. അപ്പൊ നെക്സ്റ്റ് അതിന്റെ ഇൻവേഴ്സ് എടുക്കുന്നു. ഇവിടെ ഈ ഒരു തെറ്റുണ്ട്. ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ് ആണ്. e raised to minus lambda t half റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡില് 1/2 ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പൊ 1/2ന്റെ റെസിപ്രോക്കൽ 2. ഇനി 1/e raised to minus lambda t half ഇങ്ങനെ കിട്ടും. ഈ 1/e raised to minus x അല്ലെങ്കിൽ നമുക്ക് 1/x raised to minus n എന്താണ് x raised to n എന്നറിയാം അല്ലെ. 1/e raised to minus x എന്ന് പറയുന്നത് e raised to plus x ആയിരിക്കും. ന്യൂമറേറ്ററിലേക്ക് മാറ്റിയാൽ 1/x raised to minus n x raised to n ആവുന്ന പോലെ, അല്ലെങ്കിൽ x raised to minus n 1/x raised to n ആവുന്നത് പോലെ 1/e raised to minus x എന്ന് പറയുന്നത് e raised to x ആണ്. അപ്പൊ 2 ഈക്വൽ ടു e raised to lambda t half എന്ന് എഴുതാം. 2 ഈക്വൽ ടു e raised to lambda t half. ഇനി ഈ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു. അപ്പൊ log 2 ഈക്വൽ ടു LOG അല്ലെങ്കിൽ LN എഴുതാം. log 2 ഈക്വൽ ടു log e raised to lambda t half. log e raised to lambda t half എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ log e raised to x ആണ്. അപ്പൊ ഈക്വൽ ടു എന്താണ്, ഈ ലോഗും ഇയും എല്ലാം പോകും. ബാക്കി എന്ത് വരും, ലാംഡ ടി ഹാഫ് എന്ന് വരും. ലോഗ് ഇ റേസ് ടു എക്സ് എക്സ് ആയതുകൊണ്ട് അപ്പൊ ഈ ഭാഗം ഇത് നോട്ടിലുണ്ട്, അത് തന്നെ ഡിസ്പ്ലേ ചെയ്യാം. ലോഗ് 2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി ഹാഫ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയാം. 1/2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി ഹാഫ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. 1/2 2 ആവുന്നു. 1/e റേസ് ടു മൈനസ് എക്സിനെ നമുക്ക് ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. പിന്നെ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു. ലോഗ് 2ഉം ലോഗ് ഇ റേസ് ടു ലാംഡ ടി ബൈ 2. അപ്പൊ ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ആ ലാംഡ ടി ഹാഫ് എന്ന് മാത്രമേ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം.
അപ്പൊ ഇവിടെ നോക്കുക, ഇ റേസ് ടു മൈനസ് അല്ല, ഇത് ഇ റേസ് ടു പ്ലസ് ആണ്, അത് കറക്റ്റ് ചെയ്യണം. ഇ റേസ് ടു ലാംഡ ടി ഹാഫ് ഈക്വൽ ടു 2 നീട്ടും. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇനി എന്താണ്, ലോഗ് എടുക്കുമ്പോൾ ലോഗ് 2 ഈക്വൽ ടു ലാംഡ ടി ഹാഫ് നീട്ടും. അതിന് ടി ഹാഫ് ഈക്വൽ ടു 0.0693 ബൈ ലാംഡ നീട്ടും. പിന്നെ ചെറിയ ഡെറിവേഷൻ ആണ്. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാം. n ഈക്വൽ ടു n0 e raised to minus ലാംഡ ടി. എന്ത് ചെയ്യണം, n എന്ന് പറഞ്ഞാൽ n0/2 കൊടുക്കുക, t എന്ന് പറഞ്ഞാൽ ടി ഹാഫ് കൊടുക്കുക. n0/2 ഈക്വൽ ടു n0 e raised to minus ലാംഡ ടി ഹാഫ്. അപ്പം n0 ക്യാൻസൽ ആയി. 1/2 ഈക്വൽ ടു, ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, 1/2 ഈക്വൽ ടു e raised to minus ലാംഡ ടി ഹാഫ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. എനിക്ക് ഇൻവേഴ്സ് എടുത്തു കഴിയുമ്പോഴാണ് 2 ഈക്വൽ ടു, ഇവിടെ പ്ലസ് ആക്കണം, e raised to plus ലാംഡ ടി ഹാഫ് എന്ന് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ ലോഗ് എടുക്കുന്നു, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് 2 ഈക്വൽ ടു ലോഗ് e raised to x ആണ്. അപ്പം ലാംഡ ടി ഹാഫ്, അപ്പം ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ എന്ന് കിട്ടും. അപ്പൊ അതാണ് ഡെറിവേഷൻ. ഇനി നെക്സ്റ്റ് മീൻ ലൈഫ് ആണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ 1000 ന്യൂക്ലിയർ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 500 എണ്ണം ആയെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് 10 മിനിറ്റ് കൊണ്ട് 500ന്റെ പകുതി, അത് 250 ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് 10 മിനിറ്റ് കൊണ്ട് 250ന്റെ പകുതി 125 ആയിട്ടുണ്ടാവും. പിന്നത്തെ 10 മിനിറ്റ് കൊണ്ട് വീണ്ടും 125ന്റെ പകുതി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പകുതി ആയി മാറുന്നുണ്ടാവും 10 മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് എന്ന് പറയുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ ആ സാമ്പിളിന്റെ ഹാഫ് ലൈഫ് പീരീഡ്. പക്ഷെ മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അതല്ല. അതായത് മീൻ ലൈഫ് എന്ന് പറയുന്നത് ഈ ആറ്റത്തിന്റെ ഈ ന്യൂക്ലിയറുകളുടെ നമ്മൾ എടുക്കുന്ന ഇപ്പൊ ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ്, ഏതെങ്കിലും റേഡിയോ അല്ലെ പൊളോണിയം പോലെ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിന്റെ ടോട്ടൽ ലൈഫ് ടൈം ആണ്. അപ്പൊ കുറെ ചിലതിന് ഇപ്പൊ 10 മിനിറ്റ് ചിലത് 1 മണിക്കൂർ ലൈഫ് ടൈം ഉണ്ടാവും, അത് കഴിയുമ്പോഴേ ഡീകേ ചെയ്യുള്ളൂ. ചിലത് ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഡീകേ ചെയ്തു പോയി, ചിലത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡീകേ ചെയ്യുന്നത്. അപ്പം പലതിനും പല ലൈഫ് ടൈം ആണ്. അപ്പൊ മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത് that is the average, it is average life of all the nuclei in a radioactive sample. ചിലത് ചെറിയ സമയം കൊണ്ട് ഡീകേ ചെയ്തു പോകുന്നു, ചിലത് ലാസ്റ്റ് വരെ നിലനിൽക്കുന്നു. അപ്പം ആവറേജ് ലൈഫ് ഓഫ് ഓൾ ന്യൂക്ലിയൈ ആണ്. അപ്പം മീൻ ലൈഫ് നമുക്ക് ഈക്വൽ ടു ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ന്യൂക്ലിയൈ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് ഇനിഷ്യലി. അപ്പം ഫുള്ള് ഓരോ ന്യൂക്ലിയയുടെയും ലൈഫ് ടൈം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അതങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, അതൊന്നും വേണ്ട, നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ഈ മീൻ ലൈഫ് ടൈം ടോ ഈക്വൽ ടു 1/λ ഡീകേ കോൺസ്റ്റന്റിന്റെ ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുക. ഈ ഡെറിവേഷൻസ് ഒന്നും ആവശ്യമില്ല, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഹാഫ് എന്ന് പറയുന്നത് ലോഗ് 2 ക്യാൻസൽ ചെയ്യുന്ന ഇവിടം വരെ വേണ്ട. ടി ഹാഫ് ഈക്വൽ ടു ലോഗ് 2/λ ആയിരുന്നു. അപ്പൊ അത് ടി ഇൻറ്റു 1/λ മീൻ ലൈഫ് ടോ ആണ് അല്ലെ. അപ്പൊ ടോ ഇൻറ്റു ലോഗ് 2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ റിലേഷൻ 3 ഒരുമിച്ച് പഠിക്കുക. ടി ഹാഫ് ഈക്വൽ ടു ലോഗ് 2 അല്ലെ 0.693/λ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ലോഗ് 2 അല്ലെങ്കിൽ ടോ ഇൻറ്റു 0.693. മീൻ ലൈഫ് എന്ന് പറയുന്നത് ആവറേജ് ലൈഫ് ഓഫ് ഓൾ ന്യൂക്ലിയൈ. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ഹാഫ് ഓഫ് ദ ന്യൂക്ലിയൈ ടു ഡിസിൻറ്റഗ്രേറ്റ്. അത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ച് വൈകിയല്ലേ ക്ലാസ് പറയുന്നത്, ഒരു 5 മിനിറ്റും കൂടെ പോവുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, അതുപോലെ തന്നെ ഗാമ ഡി കെ. അതിന് മൂന്നിന്റെയും അത് മൂന്ന് സംഭവിക്കുമ്പോൾ ന്യൂക്ലിയസിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു എലമെന്റ് വേറെ എലമെന്റ് ഏത് എലമെന്റിലായിട്ടാണ് മാറുന്നത്, അതുപോലെ ഈ റേഡിയേഷൻസിന്റെ പ്രത്യേകത. അപ്പം വെൻ ആൽഫ ഡികെ ആണ് നടക്കുന്നെങ്കിൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് ഇമിറ്റ് ചെയ്യുന്നത്. വെൻ എ ന്യൂക്ലിയം undergoes ആൽഫ ഡികെ it transforms into nucleus by emitting an alpha particle, a helium nucleus. അപ്പൊ നോക്കാം, യുറേനിയം 238 92 238 92 ആറ്റോമിക് നമ്പറും അതുപോലെ തന്നെ 238 മാസ് നമ്പറും ആണ്. അത് ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇവിടെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് പറയുമ്പോൾ അധികവും ഈ ആറ്റോമിക് നമ്പറും മാസ് നമ്പറിന് പകരം ഇതിന് ചാർജ് നമ്പർ എന്നും, ഈ ആറ്റോമിക് നമ്പറിന്റെ ചാർജ് നമ്പർ എന്നാണ് പറയുക. കാരണം ഇലക്ട്രോണിന്റെ ഒക്കെ എന്താണ് ആറ്റോമിക് നമ്പർ പറയാനില്ല അല്ലെ. ഇലക്ട്രോണിന് -1 0 എന്നൊക്കെ എഴുതുന്നത് ഞാൻ പറയാതെ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പം മാസ് നമ്പർ ഒക്കെ ഈ ആറ്റോമിക് നമ്പറിന് പറയും ചാർജ് നമ്പർ എന്ന് പറയും. അപ്പം ഈ ഹീലിയം 24 ന്യൂക്ലിയസ് ഇമിറ്റ് ചെയ്യുന്നത് അല്ലെ. ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണും 2 എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്.
He2+ ആണ്. ഇതിൽ ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺ ഇല്ലാത്ത ന്യൂക്ലിയസിനെ കുറിച്ച് മാത്രം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഈ എലമെന്റ് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? 238 മൈനസ് 4 234, 92 മൈനസ് 2 90. അപ്പൊ നമ്മള് നിങ്ങളുടെ ക്ലാസ് ടേബിൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും എക്സാമിന്. അപ്പം എന്ത് ചെയ്യും? 90 അറ്റോമിക് നമ്പർ വരുന്ന ആ എലമെന്റ് ഏതാന്ന് നോക്കുന്നു. അപ്പൊ അത് തോറിയം ആണ്. ഇവിടെ തന്നിട്ടുണ്ട് തോറിയം 234 90 ആവുന്നു. ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്നു. അപ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ എലമെന്റ് ആണ് ഇരിക്കുക. അതിന്റെ സെഡും എയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നെ എടുക്കാം. അപ്പൊ അതില് ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സെഡ് -2 ആവുന്നു. അതുപോലെ തന്നെ എ -4 ആവുന്നു. അപ്പൊ പീരിയോഡിക് ടേബിളില് 2 കോളം ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവും. യുറേനിയത്തിന്റെ ഇപ്പുറത്ത് അല്ലെ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 ആണ്. ഒരു ആൽഫ ഡികെ നടക്കുമ്പോൾ ഇത് നമ്മുടെ പാരന്റ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഇത് ഡോട്ടർ ന്യൂക്ലിയസ് രണ്ടെണ്ണമുള്ള ഡോട്ടർ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ റിയാക്ടൻസും പ്രൊഡക്ട്സും പറയുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പാരന്റ് ന്യൂക്ലിയസ്, റൈറ്റ് സൈഡിൽ വരുന്ന ഡോട്ടർ ന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്രോസസ് ഇങ്ങനെ നടക്കുക മാത്രമല്ല, തോറിയം അല്ലെങ്കിൽ ആൽഫ ഡിക്ക് നടക്കുക, ഇതിന്റെ കൂടെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെയും ഇലക്ട്രോൺസ് ഇല്ല, ന്യൂക്ലിയസേ ഉള്ളൂ. ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ഒക്കെ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെയുള്ള ടോട്ടൽ മാസ് ഇവിടത്തേക്കാളും കുറവായിരിക്കും. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ മാസ്. ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ട്. ദാറ്റ് മാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി ബൈ ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വേഷൻ E=mc². ചെറിയൊരു മാസ് ഡെൽറ്റ എം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഡിസിന്റഗ്രേഷൻ എനർജി അല്ലെങ്കിൽ Q വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തില് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ കുറെ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ന്യൂക്ലിയസ് ഫോം ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ഒരു ബൈൻഡിങ് എനർജി വേണമെന്നും ആ ബൈൻഡിങ് എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ തുടക്കത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. മാസ് ഡിഫക്റ്റ്, അതായത് അവിടെ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ആയിരിക്കില്ല ന്യൂക്ലിയസിന് ഉണ്ടാവുക. ന്യൂക്ലിയസിന് കുറച്ചും കൂടെ മാസ് കുറവായിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് ഇൻ മാസ് എനർജിയായി മാറിയാണ് അതിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള മാസ് ആയിരിക്കില്ല ലെഫ്റ്റ് സൈഡ്, അതിൽ കുറവായിരിക്കും. അപ്പൊ ആ മാസ് ഡിഫക്റ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് മാസ് ഓഫ് എക്സ് mx എന്ന് എഴുതാം, മൈനസ് മാസ് ഓഫ് വൈ മൈനസ് മാസ് ഓഫ് എച്ച്. അപ്പൊ ഇതിന് ഇതായിരിക്കും കൂടുതൽ. ഇത് ബ്രാക്കറ്റ് ഇട്ടാൽ പ്ലസ് വരും. അപ്പൊ ഇത് ഇൻറ്റു c² ആണ് Q വാല്യൂ അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൽഫ ബീറ്റ ഡികെയും കൂടെ കണ്ടിട്ട് ക്ലാസ് നിർത്താം. ബീറ്റ ആൽഫ ഡികയുടെ പ്രത്യേകത ഇതാണ്. എനർജി ഈ Q വാല്യൂ എന്ന് പറയുന്നത് എനർജി ഷെയർഡ് ബൈ ഡോട്ടർ ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. അത് തോറിയത്തിന്റെയും ഇവിടെയാണ് തോറിയത്തിന്റെയും ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി ആയിട്ട് മാറുന്നു. ആൽഫ ഡികെ ഒബേസ് റേഡിയേറ്റീവ് ലോ, അത് ഓക്കെ. ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ പറഞ്ഞതാണ്. ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ക്യാൻ എഫക്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ്. അതായത് നമ്മുടെ പണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു ഫിലിം നെഗറ്റീവ് എന്ന് പറയില്ലായിരുന്നു. അപ്പൊ അതിനെയാണ് ഫോട്ടോഗ്രാഫി പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒന്ന് പതിക്കുവാണെങ്കിൽ അതിൽ ഡാർക്ക് മാർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ബീറ്റ ഡികെ എന്താന്ന് നോക്കാം. ബീറ്റ ഡികെ രണ്ട് തരത്തിലുണ്ട്. ബീറ്റ പ്ലസ് ഡികെയും ബീറ്റ മൈനസ് ഡികെയും, അല്ലെ പോസിറ്റീവ് ബീറ്റ ഡികെയും നെഗറ്റീവ് ബീറ്റ ഡികെയും. ബീറ്റ മൈനസ് ഡികെ ആണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ഇലക്ട്രോൺ എമിഷൻ. ഇനി ബീറ്റ പ്ലസ് ഡികെ എന്ന് പറയുന്നത് പോസിട്രോൺ എമിഷൻ ആണ്. A nucleus that decays spontaneously by emitting an electron or a positron is called undergo a beta decay, അല്ലെങ്കിൽ said to undergo a beta decay. ഇനി ബീറ്റ മൈനസ് ഡികെയില് ആക്ച്വൽ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്, എലമെന്റ് എങ്ങനെയാണ് മാറുന്നതെന്ന് അല്ലാതെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബീറ്റ മൈനസ് ഡികെ നടക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുന്നു, പ്ലസ് ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോയും കൂടി എമിറ്റ് ചെയ്യുന്നു. ഈ ആന്റി ന്യൂട്രിനോയ്ക്ക് മാസ് വളരെ കുറവാണ്, ചാർജ് ഒന്നും ഇല്ല, അറ്റോമിക് നമ്പർ ഒന്നും റെപ്രസെന്റ് ചെയ്യാനില്ല. എൻ പി ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രോണും ആയിട്ട് പറഞ്ഞു. ഇതിന്റെ ചാർജ് നമ്പറും മാസ് നമ്പറും ഒക്കെ ഇക്വേറ്റ് ചെയ്ത് ഞാൻ ക്ലാസ്സിൽ ഇത് കാണിക്കുക എന്താണെന്നുള്ളത്. ന്യൂട്രോണിന്റെ മാസ് നമ്പർ 1 ചാർജ് 0 ആണ്. പ്രോട്ടോൺ ആണെങ്കിൽ ചാർജ് 1
അതുപോലെ തന്നെ മാസ് 1 ഉണ്ട്, ഇലക്ട്രോണിന്റെ ചാർജ് -1, മാസ് 0. ഇത് ബാലൻസ് ആവണം. നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന പോലെ ന്യൂക്ലിയർ റിയാക്ഷനിലും ഈ ചാർജ് നമ്പറും മാസ് നമ്പറും ബാലൻസ് ചെയ്ത് വരണം. അങ്ങനെ ബാലൻസ് ചെയ്ത് വന്നിട്ട് ആ ഒരു പാർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ തൽക്കാലം ഇത്രയും ഓർക്കുക. ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണുമായി മാറുന്ന, പ്രോട്ടോണും അതുപോലെ ആന്റി ന്യൂട്രിനോസ് എന്ന് പറഞ്ഞ റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒരു ബീറ്റ മൈനസ് ഡിക്കേയിൽ നടക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിനുള്ളിലെ ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറിയിട്ട് പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ നിൽക്കുന്നു, ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഒരു പ്രോട്ടോണിന്റെ എണ്ണം 1 കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ എലമെന്റ് ഒരു പുതിയ എലമെന്റ് ആയിട്ട് മാറുന്നു, അല്ലെ? ഒരു പ്രോട്ടോണിന്റെ എണ്ണം കൂടി. അപ്പം ഇവിടെ വേർ ഈ സംഭവത്തിനെയാണ് ആന്റി ന്യൂട്രിനോ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ ഡാഷ് ഇടാൻ വിട്ടുപോയി, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. മുകളിലൊരു ബാർ ഇടണം. അപ്പം എക്സാമ്പിള് ഫോസ്ഫറസ് സൾഫറായി മാറുന്ന, ഫോസ്ഫറസിൽ നിന്ന് ബീറ്റ മൈനസ് ഡിക്ക് നടക്കുമ്പോൾ ഈ മൈനസ് ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോയെ റിലീസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു പ്രോട്ടോണിന്റെ എണ്ണം ഒരെണ്ണം കൂടിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 16 കിട്ടും, 15 + 16 ആവും. അപ്പൊ അത് ഫോസ്ഫറസ് മാറി സൾഫർ ആയിട്ടാണ് വരുന്നത്. മാസ് നമ്പറിൽ വ്യത്യാസമില്ല. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ ഇലക്ട്രോണിന്റെ ചാർജ് നമ്പറും മാസ് നമ്പറും എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ എലമെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അത് ഞാൻ ക്ലാസ്സിൽ ചെയ്യാം, എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസസ്സിന്റെ, ഈ ഇലക്ട്രോൺ എമിഷന്റെ അല്ലെങ്കിൽ ബീറ്റ ഡിക്കേയുടെ ഹാഫ് ലൈഫ് പീരീഡ് 14.3 days ആണ്. ഫോസ്ഫറസ് സൾഫറായി മാറുന്നത് അതിന്റെ പകുതി, ഒരു സാമ്പിൾ എടുത്ത് അതിന്റെ പകുതി സൾഫറായി മാറണമെങ്കിൽ 14.3 ദിവസം, ഏകദേശം 2 ആഴ്ച എടുക്കും. അപ്പം ബീറ്റ മൈനസ് പാർട്ടിക്കിൾസിൽ ഈ ബീറ്റ ഡിക്കേയിൽ എന്താണ്? ആറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. കാരണം എന്താണ്? ന്യൂട്രോൺ ഉണ്ടെങ്കിൽ ആറ്റോമിക് നമ്പറിൽ വ്യത്യാസം വരില്ലായിരുന്നു, അല്ലെ? പക്ഷെ ഒരു പ്രോട്ടോൺ അധികമായിട്ട് വന്നു, അപ്പൊ ആറ്റോമിക് നമ്പർ ഒന്നുകൂടി. ഇനി ബീറ്റ പ്ലസ് ഡിക്കേയിൽ നടക്കുന്നത്, ബീറ്റ പ്ലസ് ഡിക്കേയിലെ പ്രോട്ടോൺ ട്രാൻസ്ഫോംസ് ഇൻടു ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. പ്രോട്ടോൺ, നേരത്തെ ന്യൂട്രോൺ ആയിരുന്നു, ഇവിടെ പ്രോട്ടോൺ ഒരു ന്യൂട്രോണും അതിന്റെ കൂടെ വരുന്നത് ഒരു ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോണും. ഇവിടെ കണ്ട ഈ ന്യൂ ബാർന്നില്ല, ന്യൂട്രിനോയും, ആന്റി ന്യൂട്രിനോയും ആയി മാറുന്നു. ഇവിടെ ചാർജ് നമ്പർ മാസ് നമ്പർ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇത് 1 1, ഇത് 0 1, ഇത് +1 0 ആണ്. അതെല്ലാം ബാലൻസ് ആവണം. ന്യൂട്രിനോയ്ക്ക് ചാർജ് നമ്പർ മാസ് നമ്പർ ഒന്നുമില്ല, മാസ് വളരെ ലൈറ്റ് മാസ് ആണ്. അപ്പം വേറെ ന്യൂ നമ്മൾ ഫ്രീക്വൻസിയുടെ സിമ്പിൾ ആണ്, വി അല്ല, ന്യൂ ഈസ് ദ ന്യൂട്രിനോ. അപ്പം പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറുന്ന പ്രോസസ് ആണ്. സോ ഇൻ ബീറ്റ പ്ലസ് ഡികെ പോസിട്രോൺ ഈസ് എമിറ്റഡ് ബൈ ദ ന്യൂക്ലിയസ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. സോഡിയം ഒരു പോസിട്രോൺ എമിഷനും അതുപോലെ തന്നെ ന്യൂട്രിനോയും എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ സോഡിയം ഇതിൽ എന്താ സംഭവിക്കുന്നത്? പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറുന്നു, ന്യൂട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിൽക്കുന്നു, പോസിട്രോണും ഈ ന്യൂട്രിനോയും പുറത്തേക്ക് വരുന്നു. അപ്പം എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം 1 കുറഞ്ഞല്ലേ? ന്യൂട്രോണിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് എലമെന്റിലും വ്യത്യാസം വരുന്നില്ല, ആറ്റോമിക് നമ്പർ വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 1 കുറഞ്ഞുകൊണ്ട് എലമെന്റ് മാറി പുറകിലേക്ക്. ഇപ്പൊ ഇവിടെ സോഡിയം 1122 ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് 10 ആറ്റോമിക് നമ്പറുള്ള നിയോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലാസ്സിൽ പറയാം. അപ്പം 1022 നിയോൺ, പിന്നെ ഇത് ഈ +1 0 പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ. അപ്പൊ സോഡിയം നിയോൺ ആയി മാറുന്ന ഈ പ്രോസസ്സിന്റെ, ഈ ന്യൂക്ലിയർ പ്രോസസ് അല്ലെങ്കിൽ ഈ ബീറ്റ ഡിക്കേയുടെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 2.6 years ആണ്. വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. അതായത് സോഡിയം നിയോൺ ആയിട്ട് മാറിയ 1000 സോഡിയം ഉണ്ടെങ്കിൽ അത് 500 ആയി മാറാണ് 2.5 വർഷത്തിനടുത്ത് എടുക്കും, 2 വർഷത്തിൽ കൂടുതൽ എടുക്കും. അപ്പം ആറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. ഇനി ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോസ് എന്താണ്? ദേ ആർ വെരി സ്മോൾ പാർട്ടിക്കിൾസ് വിച്ച് ആർ എമിറ്റഡ് ഫ്രം ദ ന്യൂക്ലിയസ് അലോങ് വിത്ത് ഇലക്ട്രോൺ ഓർ പോസിട്രോൺ ഡ്യൂറിംഗ് ഡികെ പ്രോസസ്. അതായത് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. അത് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് ഈ ബീറ്റ ഡികെ. ന്യൂട്രിനോസിന്റെയും ആന്റി ന്യൂട്രിനോസിന്റെയും മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. Neutrons and interact only very weakly with the matter. They can even penetrate the earth without being absorbed. അപ്പൊ നമ്മൾ കോസ്മിക് റേസിലൊക്കെ ന്യൂട്രോൺസ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഡിറ്റക്ട് ചെയ്യാറേ ഇല്ല. കാരണം ഒരു തെളിവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അത് നേരെ കടന്നു പോകും. അപ്പൊ നമ്മുടെ എർത്തിന്റെ ഒരറ്റത്ത് പറ്റിയ അറ്റത്തേക്ക് വരെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും, അബ്സോർബ് ചെയ്യാതെ. മാറ്ററുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്, ചാർജ്ലെസ് ആണ്, മാസും വളരെ കുറവാണ്. ന്യൂട്രിനോസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി നിയർലി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പം ബാക്കി ഇനി ഗാമ ഡികെ ഉണ്ട്, ഫിഷൻ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പേജ് നമ്പർ
2 പേജേ കഴിഞ്ഞുള്ളൂ. 3ഉം 4ഉം 5ഉം ഇലക്ട്രോണിക്സ് എന്നുള്ള ചാപ്റ്ററും നാളെ എടുക്കാം.